വളരെ വളരെ കാലമായിട്ട് ഉള്ള ബന്ധമാണ് ഉള്ളത്. ഇപ്പോൾ അതിനൊക്കെ പുറമെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് റീസെൻ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം വലിയൊരു പ്രതീക്ഷയിൽ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യായിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിൽ പോലും സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രമേയം ഞങ്ങളെടുത്ത പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്യൽ തൊട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാഡം സോണിയാഗാന്ധി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന കഴിവുറ്റ ഒരു നേതാവായിരുന്നു ശ്രീ യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ ഈ സമയത്തുള്ള വിയോഗം അതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മതേതര ചേരിക്ക് കനത്ത ഒരു നഷ്ടമാണ്. ഞങ്ങൾ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും അല്ലേ ബഷീർ, എല്ലാ പരിപാടിക്കും അദ്ദേഹം വരുമായിരുന്നു. ഏറ്റവും അവസാനം ശാബ്ദങ്ങൾ അനുസ്മരണത്തിന് അദ്ദേഹം വന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാം ഒരു തെറ്റുമില്ല. കാരണം സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി വേറെ ആയിരിക്കാം. പക്ഷേ ദേശീയ തലത്തിൽ മതേതര മുന്നണിക്ക് രൂപം കൊടുക്കുന്നതിലും നിലനിർത്തുന്നതിനും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലത്തുള്ള ആ ഗവൺമെൻറ്റിനും ഒക്കെ രൂപീകരണത്തിൽ അതിലൊക്കെ വലിയ പങ്ക് അദ്ദേഹം വ്യക്തിപരമായിട്ട് വഹിച്ചിട്ടുണ്ട്. ശരിയാണ്. കാരണം പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പ്രായോഗിക തലത്തിലുള്ള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യത്തിൽ വളർന്നു വരേണ്ട ഒരു രാഷ്ട്രീയ സരണിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിലെ കുലീനതയുടെയും മാന്യതയുടെയും ഒരു പര്യായം എന്ന നിലയിൽ കൂടി നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്ന സംഗതിയാണ്. ഇല്ല, അതേ രാജ്യസഭയിലുള്ള സമയത്ത് ഞങ്ങൾ ലോക്സഭയിലായിരുന്നു.